രണ്ട് കിളിക്കൂടുകൾ ഇങ്ങനെ മരത്തിൽ തൂങ്ങിക്കിടക്കണം. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് മുട്ടയൊക്കെ ഉണ്ട്, കിളിയുടെ മുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പാമ്പ് ഇഴഞ്ഞു കയറി ഈ മുട്ട അകത്താക്കാനുള്ള ഒരു ശ്രമമാണ്. പക്ഷേ കിളികൾക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അവരുടെ വരാൻ പോകുന്ന കുഞ്ഞുങ്ങളാണ്. അവരാഞ്ഞ് ശ്രമിച്ചു, പാഠം പഠിപ്പിച്ചു ആ പാമ്പിനെ. കാർത്തിക അല്ലേ? സ്വന്തം കുഞ്ഞാണെങ്കിൽ അമ്മമാർ എന്തിനേയും നേരിടാൻ അവർ ഒരുക്കമാണ് സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കാൻ. ഈ മുട്ട എന്ന് പറഞ്ഞാൽ അവരെ വരാൻ പോകുന്ന കുഞ്ഞാണ്. അപ്പോൾ ആ ഒരു അതേ ഇതോടുകൂടി തന്നെയാണ് പക്ഷികൾ എല്ലാവരും കൂടി ചേർന്ന്, പാമ്പാണെങ്കിൽ നല്ല സൈസുള്ള ഒരു പാമ്പാണ്. ആ രക്ഷപ്പെടൽ എങ്ങനെയായിരുന്നു? അതിനെ എങ്ങനെ ചെറുത്ത് തോൽപ്പിച്ചു ഈ അമ്മ? തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ സകല ജീവജാലങ്ങൾക്കും, മനുഷ്യരായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും എല്ലാവർക്കുള്ളൊരു സവിശേഷതയാണ് പുനരുൽപാദനം. അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് വില കൊടുത്തിട്ടും സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കയിലെ കപ്പാമ ഗെയിം ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഫോറസ്റ്റിലുള്ളൊരു കാഴ്ചയാണ് ഇത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കണ്ടു, അതേപോലെ നമ്മൾ പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാവും. 2 കൂടുകളുണ്ട്, 2 കിളിക്കൂടുകളുണ്ട്. ആ കിളിക്കൂടുകളിൽ രണ്ടിലും മുട്ടയുണ്ട്. അപ്പോൾ ആ മുട്ട കൈക്കലാക്കാൻ, അത് വിഴുങ്ങാൻ വേണ്ടി ഒരു പാമ്പ് വരെയാണ്. നല്ല നീളമുള്ള പാമ്പാണ്, ദിവ്യേട്ടൻ പറഞ്ഞതുപോലെ തന്നെ. ശരിക്കും ഈ പാമ്പിന് ആ പക്ഷിയെ, അതായത് അമ്മക്കിളിയെ വിഴുങ്ങാനുള്ളതേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും തൻ്റെ ജീവൻ പണയപ്പെടുത്തി തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത്. ആദ്യം ഒന്ന് കൊത്തുന്നു, പാമ്പിനെ കൊത്തുന്നു. അവരിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കൊത്തുമല്ല, പറന്ന് വട്ടമിട്ട് പറന്ന് കൊത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത്. 1 അല്ല 2 അല്ല 4 കിളികളാണ് ഒരുമിച്ച് വരുന്നത്. അതായത് അമ്മക്കിളിയുടെ കൂടെ കൂട്ടുകാരായിട്ടുള്ള കുറച്ച് കിളികൾ കൂടിയുണ്ട്. ഇവരും കൂടെ ചേർന്ന് ആ പാമ്പിനെ കൊത്തി ഇനി നീ ഈ പരിസരത്ത് വരരുത്, പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആ വീഡിയോയിൽ ശരിക്കും കണ്ടത്. അവസാനം ഒരു നിവൃത്തിയില്ലാതെ കൊത്തുകൊണ്ട് വേദന കൊണ്ട് പൊളഞ്ഞിട്ടായിരിക്കണം ആ പാമ്പ് തിരിച്ച് കൊമ്പിലേക്ക് കയറി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 5 വർഷം മുമ്പ് ഒരു മുതല മാൻകുട്ടിയെ വിഴുങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഓടി വരുന്ന ഒരു അമ്മമാൻ്റെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അതായത് അമ്മമാൻ തൻ്റെ ജീവൻ ബലി കൊടുത്തിട്ട് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരും, നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. ഒരുപാട് അമ്മമാർ തൻ്റെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന വാർത്തകളുണ്ട്. എന്നിരുന്നാൽ പോലും സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ടാണെങ്കിലും വേണ്ടിയില്ല തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഏതൊരു അമ്മയുടെയും ഏത് ജീവജാലമായിക്കോട്ടെ ഒരു രക്ഷിതാവിൻ്റെ ഒരു കടമ, അല്ലെങ്കിൽ എന്ത് സഹിച്ചിട്ടാണെങ്കിലും ശരി തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാണ് അവർ ശ്രമിക്കുക.